എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. വി ആർ എൻറ്ററിങ് ഇൻ ടു ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ? ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കലി ഓർത്തിരിക്കേണ്ട കാര്യം, സിമെട്രിക് മെട്രിക്സുകൾക്കാണ് നമ്മൾ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് എന്തായിരിക്കണം? സിമെട്രിക് മെട്രിക്സ്. ആപ്ലിക്കബിൾ ഫോർ സിമെട്രിക് മെട്രിക്സ്. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഏത് ടൈപ്പ് മെട്രിക്സുകൾക്കാണ് യൂസ് ചെയ്യുന്നത്? സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകൾക്കാണ് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? എ ട്രാൻസ്പോസ്. എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആവുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സിമെട്രിക് മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് റൂൾ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് തന്നെയാണ് കേട്ടോ, അതിലെ പ്രൊസീജിയറാണ് നമ്മൾ സിംപ്ലി വർക്കിംഗ് റൂൾ എന്ന് പറയുക. ശ്രദ്ധിച്ചിരിക്കണേ. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ സപ്പോസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഐഗൺ വെക്റ്റേഴ്സ് x1, x2, x3 ആണെന്നിരിക്കട്ടെ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മോഡൽ മെട്രിക്സ് എഴുതണം. ശ്രദ്ധിക്കണം, ആ മോഡൽ മെട്രിക്സിന് പ്രത്യേകതയുണ്ട്. ആ മോഡൽ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേര് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എന്നാണ്. നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ്. ശ്രദ്ധിക്കണേ, എന്താണ് ഈ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് x1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് x1, x2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് x2, x3 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് x3. ഇതാണ് എന്തെന്ന് പറയുന്നത്? നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. എന്താണ് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ്? x1 ബൈ മോഡുലസ് ഓഫ് x1, x2 ബൈ മോഡുലസ് ഓഫ് x2, x3 ബൈ മോഡുലസ് ഓഫ് x3. x1, x2, x3 എന്താണെന്ന് നമുക്കറിയാം? ഐഗൺ വെക്റ്റേഴ്സ് ആണെന്നറിയാം. ശരിയല്ലേ? ഐഗൺ വെക്റ്റേഴ്സ് ആണെന്നറിയാം. അതിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സപ്പോസ് ഐഗൺ വെക്റ്റർ ഒരു കോളം മെട്രിക്സ് ആണെന്നറിയാം. ഇപ്പോൾ x1 എന്ന് പറയുന്ന ഐഗൺ വെക്റ്റർ ABC ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് x1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് A² പ്ലസ് B² പ്ലസ് C² ആണ്. ഓക്കെ, ഇത് ബേസിക്കലി നിങ്ങൾക്ക് മോഡുലസ് എടുക്കാൻ നിങ്ങൾ +2 മുതലേ പഠിക്കുന്നതാണ്. ഓക്കെ, ഒരു കോളം മെട്രിക്സിന്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് A² പ്ലസ് B² പ്ലസ് C². അപ്പോൾ ഇങ്ങനെ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എഴുതും. ഈ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ലെറ്റർ N. എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ N. ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ N ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. N ട്രാൻസ്പോസ്. ഓക്കെ, ട്രാൻസ്പോസ് എടുക്കുന്ന നിഷ്പ്രയാസം എടുക്കാൻ സാധിക്കും. എന്താണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക, തേർഡ് റോ തേർഡ് കോളം ആക്കുക. അതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചോദ്യം കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ട്രാൻസ്പോസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം സിമെട്രിക് ആണോ എന്ന്. സിമെട്രിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ പറ്റൂ. ശ്രദ്ധിക്കുക, സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ കേസിൽ നമുക്ക് ഇൻവേഴ്സ് എടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഭാരം, ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഇച്ചിരി പണിയാണ്. കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കാമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനേക്കാൾ വളരെ നിഷ്പ്രയാസം നമുക്ക് എന്ത് എത്താൻ സാധിക്കും? ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ സാധിക്കും. വെറും വളരെ സിമ്പിളായിട്ട്. ശരിയല്ലയോ? അപ്പോൾ ഇതാണ് ഇച്ചിരി എളുപ്പമുള്ള മെത്തേഡ്. അപ്പോൾ സിമെട്രിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എക്സാമിന് സിമെട്രിക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് N ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ ഡയഗണൽ മെട്രിക്സ് എഴുതാം, അല്ലെങ്കിൽ ഡയഗണലൈസ് ചെയ്ത് എഴുതാം. ഡയഗണൽ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ഡയഗണലൈസ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ഫോർമുല എന്ന് പറയുന്നത് N ട്രാൻസ്പോസ് AN. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ D is equal to diagonal matrix D is equal to N transpose AN. So this is the equation you should have to remember. Okay, A എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തരുന്ന ഗിവൺ മെട്രിക്സ്, ഡയഗണലൈസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനകത്ത് തരുന്ന മെട്രിക്സ് ആണ് A എന്ന് പറയുന്നത്. N എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. N എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം, ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. ഇവിടം വരെ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം ഇവിടം തൊട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. മോഡൽ മെട്രിക്സ് എഴുതാൻ തീർച്ചയായും നിങ്ങൾക്ക് അറിയാം. നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് ആക്കണം. അത് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഒരു ഐഗൺ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡയഗണൽ മെട്രിക്സ് D is equal to N ട്രാൻസ്പോസ് AN. ഓക്കെ,
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, നോക്കണം, നോക്കിയേ പറ്റൂ. സോ അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പ്രത്യേകം ഈ ഒരു ടോപ്പിക്കിൻ്റെ കൂടെ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു. അതായത് നമ്മൾ സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും കണ്ടുപിടിക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സിനകത്ത് 3 ഐഗൺ വാല്യൂസും ഡിഫറൻ്റ് ആണെങ്കിൽ അവിടെ ട്വിസ്റ്റ് ഇല്ല. പക്ഷേ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ്, സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ 2 എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 3ാമത്തെ ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുന്നതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് നമുക്കൊന്ന് എടുത്തു പറയേണ്ട ട്വിസ്റ്റാണ്. അത് നമുക്ക് തീർച്ചയായും പറയാം. അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പ് ചോദ്യം തന്നെ ആദ്യമേ അങ്ങ് ഡിസ്കസ് ചെയ്യാം. അത് ശ്രദ്ധിക്കണം, അത് ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കാൻ മാത്രമായിട്ട് വേണമെങ്കിലും ചോദിക്കാം. ഇതേപോലെ ഡയഗണലൈസ് ചെയ്യാൻ അല്ലാതെ തന്നെ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്റ്റേഴ്സ് മാത്രമായിട്ട് ചോദിക്കാം, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. സോ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മൾ തീർച്ചയായും മനസ്സിലാക്കി വെക്കണം. കാരണം ഐഗൺ വാല്യൂ ഐഗൺ വെക്റ്റേഴ്സ് എല്ലാ ടൈപ്പും ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. പക്ഷേ ഡിസ്കസ് ചെയ്യാതെ മാറ്റി വെച്ച ഒരു ടൈപ്പാണ് ഇതേപോലെ സിമെട്രിക് മെട്രിക്സിൻ്റെ കേസിൽ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് വരുന്ന കേസിലെ ഐഗൺ വെക്റ്റർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ അങ്ങ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടികളിലേക്കൊക്കെ കയറിയാലോ. സോ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കയറാം. ഡയഗണലൈസ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 3 1 1 1 3 -1 1 -1 3. ഓക്കെ, ഞാൻ മുമ്പേ ഒരു കേസ് എടുത്ത് പറഞ്ഞായിരുന്നു. ഇത് ആ കേസിലുള്ള ഒരു ചോദ്യമാണ്. അതായത് സിമെട്രിക് മെട്രിക്സിന് റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് വരുന്ന കേസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം, ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായും നോക്കേണ്ട ഒരു പ്രോബ്ലമാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡയഗണലൈസ് ചെയ്യാനുള്ള ചോദ്യമാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം. അപ്പോൾ അതിലേതാണ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ കൺഫേം ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ട്രാൻസ്പോസ് എടുത്ത് നോക്കണം. ഓക്കെ, നമ്മൾ മെട്രിക്സ് നോക്കി തന്നെ എടുക്കാം. ഫസ്റ്റ് റോ തന്നെയാണോ ഫസ്റ്റ് കോളോ നോക്കണം. ഫസ്റ്റ് റോ ഏതാണ്? 3 1 1. ഫസ്റ്റ് കോളോ ഏതാണ്? 3 1 1. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും സെയിം ആണ്. ഇനി സെക്കൻഡ് റോ തന്നെയാണോ സെക്കൻഡ് കോളോ നോക്കണം. സെക്കൻഡ് റോ ഏതാണ്? 1 3 -1. സെക്കൻഡ് കോളോ ഏതാണ്? 1 3 -1. സെയിം ആണ്. ഇനി തേർഡ് റോ തന്നെയാണോ തേർഡ് കോളോ നോക്കണം. തേർഡ് റോ ഏതാണ്? 1 -1 3. തേർഡ് കോളോ ഏതാണ്? 1 -1 3. അപ്പം സംഭവം എന്താണെന്ന് മനസ്സിലായി. പക്ക ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലേ, സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ട്രാൻസ്ഫോർമേഷൻ ഏതാണ്? ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് റൂൾ നമുക്കറിയാം. വർക്കിംഗ് റൂൾ അനുസരിച്ച് ആദ്യം തന്നെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും എന്തായാലും തീർച്ചയായും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഐഗൺ മെട്രിക്സ് A - λI ഞാൻ ആദ്യം ഒന്ന് എഴുതി വെക്കുകയാണ്. ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ ഓർക്കണം. 3 - λ 1 1 1 3 - λ -1 1 -1 3 - λ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനൻറ്റ് A - λI ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ശരിയല്ലേ? 3/3 ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ സോൾഡ് എന്താണ്? λ³ മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് A ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് വരാം. ട്രേസ് ഓഫ് A. ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. 3 + 3 + 3 എന്താണ്? 9. ശരിയല്ലേ? 3 3 6 3 9. ഓക്കെ, നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? m11 പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇസ് ഈക്വൽ ടു m11 എന്ന് പറയുമ്പോൾ 1 പൊസിഷനിലെ റോയും കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനൻ്റ് 3 - 1 -1 3 പ്ലസ് m22 എന്ന് പറയുമ്പോൾ 2 പൊസിഷൻ റോയും കോളവും കളഞ്ഞ് ബാക്കി എഡ്ജിൽ നിൽക്കുന്ന 4 പേരുടെ ഡിറ്റർമിനൻ്റ് 3 1 1 3 പ്ലസ് m33 പൊസിഷനിലെ റോയും കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനൻ്റ് 3 1 1 3. ഓക്കെ, ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എന്താണ്? 9 മൈനസ് -1 ഇൻറ്റു -1 പ്ലസ് 1 ആണ് വരുന്നത്. പ്ലസ് 3 ഇൻറ്റു 3 9 മൈനസ് 1 ഇൻറ്റു 1 1 പ്ലസ് 3 ഇൻറ്റു 3 9 മൈനസ് 1 ഇൻറ്റു 1 1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 9 9 എന്താണ്? 18 18 9 27 -1 -1 -1 -1 -3 27 3 പോയാൽ 24.
ഓക്കെ, അപ്പോൾ മൈനേഴ്സിൻ്റെ സം എന്താണ് 24. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് വേണം? ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 9 -1 ഇൻറ്റു -1 1. സെക്കൻഡ് ടേമിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യണം. ഇവിടെ +1 ആണ്, -1 ആക്കണം. അതുള്ള റോയും കോളവും കളഞ്ഞ് ഈ 4 പേരുടെ ഡിറ്റർമിനൻ്റ് 1 ഇൻറ്റു 3 -1 ഇൻറ്റു -1 -1 ആണ്. ആ മൈനസ് ഈ മൈനസും കൂടെ ചേർന്ന് +1 ആവും. ബാക്കി +1 ഇൻറ്റു ഈ 1 ഉള്ള റോയും കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനൻ്റ് 1 ഇൻറ്റു -1 -1 ഇൻറ്റു 3 is equal to 3 into 9 minus 1 8 minus 1 into 3 plus 1 4 plus 1 into -1 minus 3 minus 4. എന്താണ്? 8 16 3 24 -4 -4 24 -8 16. സോ ഡിറ്റർമിൻ്റ് എന്ത് കിട്ടി? 16 കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാവരും ആയെന്ന് തോന്നല്ലേ? ട്രേസ് ആയി, മൈനസിൻ്റെ സമ്മായി, ഡിറ്റർമിൻ്റും ആയി. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ എന്താണ് 9 ലാംഡ സ്ക്വയർ പ്ലസ് മൈനസിൻ്റെ സം എന്താണ് 24 ലാംഡ മൈനസ് ഡിറ്റർമിൻ്റ് എന്താണ് 16 ഈക്വൽ ടു 0. ഓക്കെ, നേരെ കാൽക്കുലേറ്റർ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കയ്യിലോട്ട് എടുത്തിട്ട് ഈ കോയിഫിഷ്യൻസ് അങ്ങോട്ട് അടിച്ചു കൊടുത്തേ. 1 -9 24 -16 തേർഡ് ഡിഗ്രി ഇക്വേഷൻസ് എടുത്തിട്ട് ഈ കോയിഫിഷ്യൻസ് അടിച്ചു കൊടുക്കുക. ഹൗ ടു സോൾവ് എ തേർഡ് ഡിഗ്രി ഇക്വേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക പരിപാടി. കോയിഫിഷ്യൻസ് അടിച്ചു കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം ലാംഡ ഈസ് ഈക്വൽ ടു 1ഉം 4ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത് വരുന്ന റൂട്ടാണ് റിപ്പീറ്റഡ് റൂട്ട്. അപ്പോൾ ആ 4 തന്നെ ഒന്നും കൂടെ വരും, 144. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ശരിയാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ള വഴി എന്താണ്? ഈ ഉത്തരങ്ങൾ കൂട്ടി നോക്കുന്നതും പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടുന്നതും സെയിം ആണോ നോക്കണം. 4 4 8 1 9 ശരിയല്ലേ? 3 3 6 3 9 ശരിയാണ്. സോ അപ്പോൾ ഇത്രയും പരിപാടി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ജോലി എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആള് സിമെട്രിക് മെട്രിക്സ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് വന്നേക്കുന്നു? ഐഗൺ വാല്യൂസ് വന്നു. ദാറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ്. അപ്പോൾ ആ സ്പെഷ്യൽ കേസ് എന്താണെന്ന് നോട്ട് ചെയ്തോണം. ഓക്കെ, ശ്രദ്ധിക്കുക. സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യണം. ഐഗൺ അതായത് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ശ്രദ്ധിച്ചിരിക്കുക. ഐഗൺ വാല്യൂസ് റിപ്പീറ്റിംഗ് ഫോർ എ സിമെട്രിക് മെട്രിക്സ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കേസ്. ഐഗൺ വാല്യൂസ് റിപ്പീറ്റിംഗ് ഫോർ എ സിമെട്രിക് മെട്രിക്സ്. ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ കേസിൽ ഐഗൺ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഗ്രാമർ മിസ്റ്റേക്ക് കാണും, ഗ്രാമർ ഒന്നും നമുക്കറിയത്തില്ലടേ. അപ്പോൾ നിങ്ങൾ സംഭവം മനസ്സിലാക്കി വെക്കുക. ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്, ഐഗൺ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ഫോർ എ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ആ ഒരു കേസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസാണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കേസിൽ വന്നാൽ ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ട്, അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നതിനകത്ത് നമുക്ക് ട്വിസ്റ്റുകളൊന്നുമില്ല. വെരി സിമ്പിൾ. ലാംഡ ഈക്വൽ ടു 4 റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ നോർമലി നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കുന്നതിൽ, മൂന്നാമത്തെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നതിനകത്താണ് ട്വിസ്റ്റ് ഉള്ളത്. അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി ലാംഡ ഈസ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. സോ ഫോർ ലാംഡ ഈസ് ഈക്വൽ ടു 1, ഇവിടെ ലാംഡയ്ക്ക് 1 കൊടുക്കുമ്പോൾ എന്താണ് വരിക? 3 - 1 1 1 1 3 - 1 -1 1 -1 3 -1 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ്? 0 0 0. ഓക്കെ, എല്ലാവർക്കും പ്രൊസീജിയർ ഇപ്പം നല്ല ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. 3 - 1 2 1 1 1 3 - 1 2 -1 1 -1 2 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ്? 0 0 0. ഓക്കെ, സോ നമ്മുടെ ജോലി എന്താണ്? ഡിഫറൻ്റ് ആയിട്ടുള്ള 2 റോസ് ചൂസ് ചെയ്യണം. 3 റോസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്യാം. ഞാൻ ആദ്യത്തെയും രണ്ടാമത്തെയും റോ ചൂസ് ചെയ്യാണ്.
2x1 plus 1x2 plus 1x3 equal to 0. സെക്കൻഡ് റോ എന്ന് പറയുമ്പം 1x1 plus 2x2 minus 1x3 equal to 0. ഓക്കെ, സോ x1 ഡിവൈഡഡ് ബൈ ആരൊക്കെയാണ്? 1 1 2 മൈനസ് 1. ഡിറ്റർമിനൻറ്റ് 1 1 2 മൈനസ് 1 ശരിയല്ലേ? 1 1 2 മൈനസ് 1 ഈക്വൽ ടു മൈനസ് x2 ബൈ x2 എഴുതുമ്പോൾ മൈനസ് ഇടാൻ മറക്കരുത്. ഡിറ്റർമിനൻറ്റ് 2 1 1 1 2 1 1 മൈനസ് 1 ശരിയല്ലേ? 2 1 1 മൈനസ് 1 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് 2 1 1 2 2 1 1 2. ക്ലിയർ? സോ x1 divided by 1 into minus 1 minus 1 minus 2 into 1 2 equal to minus x2 divided by 2 into minus 1 minus 2 minus 1 into 1 1 equal to x3 divided by 2 into 2 4 minus 1 into 1 1. Okay, so x1 by minus 3 equal to minus x2 by minus 3 equal to x3 by 3. ക്ലിയർ? മൈനസ് മൈനസ് കട്ട് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയാൽ 3 ആണ് ഇവിടുത്തെ HCF എന്ന് പറയുന്നത്. HCF 1 ആയിരിക്കണം ഐഗൺ വെക്ടറിനകത്ത്. അപ്പം ത്രൂ ഔട്ട് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? x1 by minus 1 ഈക്വൽ ടു x2 by 1 ഈക്വൽ ടു x3 by 1. Therefore ഐഗൺ വെക്ടർ x1 ആദ്യത്തെ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ x1 ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് 1 1 1 ശരിയല്ലേ? x1 താഴെ മൈനസ് 1, x2 താഴെ 1, x3 താഴെ 1. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഇസ് ഈക്വൽ ടു 1. ലാംഡ ഇസ് ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്താണ്? മൈനസ് 1 1 1. അടുത്ത ജോലി എന്താണ്? ലാംഡ ഈക്വൽ ടു 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. സോ നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു 4 കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. സോ ലാംഡ ഇസ് ഈക്വൽ ടു 4. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 4 ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ലാംഡ ഈക്വൽ ടു 4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 മൈനസ് 4 1 1 1 3 മൈനസ് 4 1 1 മൈനസ് 1 3 മൈനസ് 4 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0 ശരിയല്ലേ? സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് മൈനസ് ചെയ്തുള്ള ഉത്തരം എഴുതുക. 3 മൈനസ് 4 എന്താണ്? മൈനസ് 1 1 1 1 3 മൈനസ് 4 മൈനസ് 1 1 1 മൈനസ് 1 3 മൈനസ് 4 മൈനസ് 1 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ്? 0 0 0. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? 3 റോസും സെയിം ആണ് ശരിയല്ലേ? 3 റോസും സെയിം ആണെങ്കിൽ നമുക്കൊരൊറ്റ ഇക്വേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നേരത്തെ നമ്മൾ പഠിച്ച സ്പെഷ്യൽ കേസുകളിൽ ആ ഒറ്റ ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി 2 ഐഗൺ വാല്യൂസ് കൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു. ആ ഒറ്റ ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി ഒരു ഐഗൺ വാല്യൂ ഇവിടുന്ന് ഉണ്ടാക്കാം. ഒരെണ്ണം കൂടെ നമ്മൾ പണ്ട് പഠിച്ച പ്രൊസീജിയർ വെച്ച് ഉണ്ടാക്കാൻ പോകരുത്. അവിടെ ഒരു പ്രശ്നം സംഭവിക്കും. അതെന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ എഴുതാൻ പറ്റത്തുള്ളെന്ന് ഞാൻ പറഞ്ഞു. അത് ഫസ്റ്റ് റോ വെച്ച് തന്നെ എഴുതാം. എന്താണ്? മൈനസ് 1 x1 പ്ലസ് 1 x2 പ്ലസ് 1 x3 ഈക്വൽ ടു 0 ശരിയല്ലേ? അതായത് മൈനസ് x1 പ്ലസ് x2 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരൊറ്റ ഇക്വേഷനെ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. x3ക്ക് 0 കൊടുത്ത് 2/2 കണ്ടീഷനിലേക്ക് മാറ്റി എനിക്ക് ഒരു ഐഗൺ വെക്ടർ കിട്ടും ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരെണ്ണം കൂടെ വേണമെന്നുണ്ടെങ്കിൽ x2ന് 0 കൊടുക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കും. ഓൾറെഡി ഇതുവരെയുള്ള വീഡിയോസൊക്കെ കണ്ടുപഠിച്ചു വന്നവർക്കറിയാം. ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതെല്ലാം പറഞ്ഞു പോയതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരെണ്ണം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. പുട്ട് x3 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് വരിക? മൈനസ് 1 അതായത് മൈനസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0 എന്ന് വരും. മൈനസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0. അപ്പോൾ ഈ x3ക്ക് ഞാൻ 0 കൊടുത്താണേ. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് x1 ഈക്വൽ ടു മൈനസ് x2 പ്ലസ് x2 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് മൈനസ് ക്യാൻസൽ ആയാൽ x1 ഈക്വൽ ടു x2. അതായത് x1 ബൈ x2ൻ്റെ കോയിഫിഷ്യൻറ്റ് 1, x2 ബൈ x1ൻ്റെ കോയിഫിഷ്യൻറ്റ് 1. സോ ഐഗൺ വെക്ടർ x2 രണ്ടാമത്തെ ഐഗൺ വെക്ടർ ആയിട്ടുള്ള x2 എന്ന് പറയുന്നത് എന്താണ്?
x1ന്റെ താഴെ കിടക്കുന്ന ആൾ 1, x2ന്റെ താഴെ കിടക്കുന്ന ആൾ 1, x3 എന്താണ് 0. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചോണ്ട് എന്താണ് ചെയ്യുന്നത്? ഈ x2ന് 0 എന്ന് കൊടുത്ത് x1ലും x3ലും ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ഇതേ കൺസെപ്റ്റ് ഫോളോ ചെയ്ത് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഒരു പ്രശ്നം സംഭവിക്കും. അത് സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് മാത്രമാണ്. സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് മാത്രം. സിമെട്രിക് മെട്രിക്സിന്റെ കേസിൽ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ഐഗൺ വാല്യൂസ് x1, x2, x3 ആണെന്ന് വിചാരിക്കുക. ഐഗൺ വെക്ടേഴ്സ് x1, x2, x3 ആണെന്ന് വിചാരിക്കുക. ഇതൊരു സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൺ വെക്ടേഴ്സ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൺ വെക്ടേഴ്സ് ആണെങ്കിൽ ഇതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അതായത് x2ന്റെ ട്രാൻസ്പോസ് എടുത്ത് x1 കൊണ്ട് ഗുണിച്ചാലും എനിക്ക് ഉത്തരം 0 കിട്ടണം. x3യുടെ ട്രാൻസ്പോസ് എടുത്ത് x1 കൊണ്ട് ഗുണിച്ചാലും എനിക്ക് ഉത്തരം 0 കിട്ടണം. ഓക്കെ, നമ്മൾ ഇതേ പ്രൊസീജിയർ ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ x3യുടെ ട്രാൻസ്പോസ് എടുത്ത് x1 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 0 കിട്ടത്തില്ല. അതാണ് ഇതേ പ്രൊസീജിയർ. അതായത് x2ന് 0 കൊടുത്ത് കണ്ടുപിടിക്കാൻ പോയാലുള്ള പ്രശ്നം. രണ്ട് ഐഗൺ വെക്ടേഴ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. മൂന്നാമത്തെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നതിനകത്തുള്ള ട്വിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ പ്രൊസീജിയർ ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ മൂന്നാമത്തെ ഐഗൺ വെക്ടർ കിട്ടത്തില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഓൾറെഡി കിട്ടിയ രണ്ട് ഐഗൺ വെക്ടേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് എല്ലാവരും നോക്കുക. അപ്പം ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയോ? അതായത് ഈ ഒരു പ്രൊസീജിയർ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. നമുക്ക് പക്ഷേ ഒരു ഐഗൺ വെക്ടറും കൂടെ കണ്ടുപിടിക്കേണ്ടിയും ഇരിക്കുന്നു. ശരിയല്ലേ? ഇങ്ങനൊരു സിംഗിൾ ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് 3 കിട്ടും എന്നുള്ളതാണ് കൺസെപ്റ്റ്. ശരിയല്ലേ? നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഒരൊറ്റ ഐഗൺ വെക്ടറേ കിട്ടുള്ളൂ. ശരിയല്ലേ? സോ ഇവിടെ നമുക്ക് 3 പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ മൂന്നാമത്തത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന മെത്തേഡ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കിട്ടത്തില്ല. മദിരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളജി കാരണം ഇറക്കാനും പറ്റാത്ത അവസ്ഥ. നമുക്ക് പുറമോട്ട് പോകാനും പറ്റത്തില്ല, മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ഒരു പോയിന്റ് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പുതിയ കൺസെപ്റ്റാണ് ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. ഈ മദിരിഫിക്കേഷൻ ആ ഡയലോഗൊന്നും എൻ്റെ ഡയലോഗ് അല്ല കേട്ടോ, സോന പറയുന്ന ഡയലോഗാണ്. ഏത് സോന? നിറത്തിനകത്തെ സോന, എബി സോന, നിറം സിനിമയില്ലേ, അതിനകത്തെ ഡയലോഗാണ്. സോ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ x1 എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്, x2 എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. ശരിയല്ലേ? രണ്ടും കോളം മെട്രിക്സ് ആണ്. അവിടെ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യണം. പ്രത്യേകിച്ചൊന്നുമില്ല. മൂന്നാമത്തെ ഐഗൺ വെക്ടർ x3 കണ്ടുപിടിക്കാനുള്ള വഴിയാണ് പറയുന്നത്. നിങ്ങൾ ഈ x1ൽ x1, x2, x3 ഈ നമ്പേഴ്സിൻ്റെ കൂടെ കോയിഫിഷ്യൻസ് കൊടുക്കുക. ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് വരും? -x1 + x2 + x3 = 0. ഒരു ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഐഗൺ വെക്ടറിൽ നിങ്ങൾ ഓരോ നമ്പേഴ്സിൻ്റെ കൂടെ x1, x2, x3 കോയിഫിഷ്യൻസ് കൊടുക്കുക. 1x1 + 1x2 + 0x3 = 0. ഇനി ഈ രണ്ട് സംഭവങ്ങൾ വെച്ചുകൊണ്ട് സെയിം പ്രൊസീജിയർ. സോ ബാക്കി സ്റ്റെപ്സ് എഴുതാൻ നിങ്ങൾക്കറിയാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ, അതായത് x1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് 1 1 1 0. ശരിയല്ലേ? 1 1 1 0 = -x2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് -1 1 1 0. ശരിയല്ലേ? x2 പൊത്തി പിടിക്കുമ്പോൾ -1 1 1 0 -1 1 1 0 = x3 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് x3 ബൈ ഡിറ്റർമിനന്റ് -1 1 1 1. ശരിയാണല്ലോ? -1 1 1 1. ഓക്കെ, സോ x1 ഡിവൈഡഡ് ബൈ 0 -1 -1 കിട്ടും. -x2 ബൈ 0 -1 എന്ന് വരും = x3 ഡിവൈഡഡ് ബൈ -1 -1 എന്ന് വരും. ശരിയല്ലേ? ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ എല്ലാവർക്കും അറിയാം. x1 ബൈ -1 = -x2 ബൈ -1 = x3 ബൈ -2. ഇവിടെ മൈനസ് ക്യാൻസൽ ആവും. x1 ബൈ -1 = x2 ബൈ 1 = x3 ബൈ -2. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ x3. ശരിയല്ലേ? ഐഗൺ വെക്ടർ x3 = എന്താണ്? -1 1 -2.
അപ്പോൾ ഈ x3 കണ്ടുപിടിക്കുന്നതിനകത്താണ് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കണം. ആ രണ്ട് ഇക്വേഷൻസിന്റെ കോയിഫിഷ്യൻസിനെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആദ്യത്തെ ഐഗൺ വെക്ടറിൽ നിന്നും രണ്ടാമത്തെ ഐഗൺ വെക്ടറിൽ നിന്നുമാണ് കോയിഫിഷ്യൻസിനെ കിട്ടുന്നത്. -1 1 1 ആദ്യത്തെ ഇക്വേഷന്റെ കോയിഫിഷ്യന്റ്, 1 1 0 രണ്ടാമത്തെ ഇക്വേഷന്റെ കോയിഫിഷ്യന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കി അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്താണ് മൂന്നാമത്തെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എഴുതിയ ഐഗൺ വെക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഐഗൺ വെക്ടർ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് 3 ഐഗൺ വെക്ടേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ 3 ഐഗൺ വെക്ടേഴ്സിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം. നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ്, നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എഴുതണം. നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കണം. n ട്രാൻസ്പോസ് an. നമുക്ക് പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാനില്ല അവിടെ. അതായത് വളരെ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്ററിന്റെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റും. ട്രാൻസ്പോസ് എടുക്കുന്നതിന് കാൽക്കുലേറ്ററിന്റെ സഹായം വേണ്ട. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് എഴുതുന്നതിന് കാൽക്കുലേറ്ററിന്റെ സഹായം വേണ്ട. n ട്രാൻസ്പോസ് എഴുതാൻ അറിയാം. a തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ മെട്രിക്സ് n എഴുതാനും അറിയാം. എന്നിട്ട് ഫൈനലായിട്ട് കിട്ടുന്ന ഉത്തരം ഡയഗണലായിട്ട് ഐഗൺ വാല്യൂസ് വരുന്ന ഉത്തരമായിരിക്കും. അത് എഴുതാനും ആരുടെയും സഹായം നമുക്ക് വേണ്ട. ഓക്കെ, നമുക്കിനി ആ സ്റ്റെപ്പുകളിലേക്കൊക്കെ പോവാം. സോ അപ്പോൾ നമുക്ക് കിട്ടിയ 3 ഐഗൺ വെക്ടേഴ്സ് ഞാൻ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇവന്മാരുടെ സഹായത്തോടു കൂടി ഡയഗണലൈസേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മോഡുലസ് ഓഫ് x1 ആദ്യം കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് a² + b² + c² എന്ത് വരും? -1² + 1² + 1² എന്താണ്? √3 വരും. ശരിയല്ലേ? മോഡുലസ് ഓഫ് x2 is equal to റൂട്ട് ഓഫ് 1² + 1² + 0², 1² + 1² + 0² √2 വരും. ശരിയല്ലേ? മോഡുലസ് ഓഫ് x3 is equal to റൂട്ട് ഓഫ് -1² + 1² + 2², -1² + 1² + 2² is equal to 1 + 1 + 4 is equal to √6. സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് x1/mod x1, x2/mod x2, x3/mod x3 ആണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ ഞാൻ x1/mod x1 കണ്ടുപിടിക്കാം. x1/mod x1 എന്ന് പറഞ്ഞാൽ ഈ x1നെ മോഡുലസ് ഓഫ് x1 കൊണ്ട് ഹരിക്കണം. ശരിയല്ലേ? അപ്പോൾ x1 എന്ന് പറയുന്നത് എന്താണ്? -1 1 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് x1 എന്താണ്? √3. ഓരോ എലമെന്റിനെയും √3 കൊണ്ട് ഹരിക്കുക. -1/√3, 1/√3, 1/√3. ഓക്കെ, സിമിലർലി x2/മോഡുലസ് ഓഫ് x2 എന്ത് വരും? x2/മോഡുലസ് ഓഫ് x2. x2-നകത്തുള്ള ഓരോ എലമെന്റിനെയും അതിന്റെ മോഡുലസ് കൊണ്ട് ഹരിക്കണം. ശരിയല്ലേ? x2-നകത്തുള്ള 1നെ മോഡുലസ് √2 കൊണ്ട് ഹരിച്ചു, അടുത്ത 1നെ √2 കൊണ്ട് ഹരിച്ചു, 0നെ √2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് തന്നെയാണ്? 0 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്ത് വേണം? x3/മോഡുലസ് ഓഫ് x3 is equal to x3-കകത്തുള്ള ഓരോ എലമെന്റുകളെയും അതിന്റെ മോഡുലസ് ആയിട്ടുള്ള √6 കൊണ്ട് ഹരിക്കണം. ഓക്കെ, -1 1 -2, -1 1 -2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് x3. ഇതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്താണ് വരിക? മോഡുലസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, √6. അപ്പോൾ ഓരോ എലമെന്റിനെയും √6 കൊണ്ട് കട്ട് ചെയ്യണം. -1/√6, 1/√6, -2/√6. പെർഫെക്റ്റ്. ഓക്കെ, സോ അപ്പം x1/mod x1, x2/mod x2, x3/mod x3 കിട്ടി. നമുക്കറിയാം നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് n is equal to എന്താണ്? x1/mod x1, x2/mod x2, കോമയൊന്നും ഇല്ല കേട്ടോ, x3/mod x3. ഇതാണ് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് n എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു x1/mod x1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട -1/√3, 1/√3, 1/√3. x2/mod x2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1/√2, 1/√2, 0. x3/mod x3 വേണ്ട -1/√6, 1/√6, -2/√6. എല്ലാ മച്ചന്മാരെയും കിട്ടിയിട്ടുണ്ട്. സോ അപ്പം n കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ n ട്രാൻസ്പോസ് എടുക്കണം. n ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക. -1/√3, 1/√2, -1/√6. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക. 1/√3, 1/√2, 1/√6. തേർഡ് റോ തേർഡ് കോളം ആക്കുക. 1/√3,
0 മൈനസ് 2/√6. അപ്പോൾ ഇതാണ് n ട്രാൻസ്പോസ്. ഇനി ഡയഗണലൈസ് ചെയ്യാൻ പോവാണേ. ഡയഗണലൈസ്ഡ് മെട്രിക്സ് D ഇസ് ഈക്വൽ ടു n ട്രാൻസ്പോസ് AN. ഇക്വേഷൻ ആദ്യമേ നമ്മൾ പഠിച്ചു. n ട്രാൻസ്പോസ് A ആണ് ഡയഗണലൈസ്ഡ് മെട്രിക്സ് D എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു n ട്രാൻസ്പോസിന്റെ പ്ലേസിൽ ദാണ്ട നമ്മൾ കണ്ടുപിടിച്ച ആളെ അങ്ങോട്ട് വൃത്തിയായിട്ട് കൊടുത്തേ. -1/√3, 1/√3, 1/√3, 1/√2, 1/√2, 0, -1/√6, 1/√6, -2/√6. അപ്പോൾ ഇതാണ് നമ്മുടെ n ട്രാൻസ്പോസ്. ഇൻറ്റു A എന്ന് പറയുന്നത് വേണ്ട ക്വസ്റ്റ്യൻ 3 1 1 1 3 -1 1 -1 3 ഇൻറ്റു ആരും കൂടെ ഉണ്ട്, എന്നും കൂടെ ഉണ്ട്. അപ്പോൾ എന്നിനെയും കൂടെ കൊടുക്കുക. ഓക്കെ, n എന്ന് പറയുന്ന ആരാണ്? ദേണ്ട കിടക്കുന്നു. ഇതാണ് നമ്മുടെ n. -1/√3, 1/√2, -1/√6, 1/√3, 1/√2, 1/√6, 1/√3, 0, -2/√6. ദിസ് ഈസ് ഈക്വൽ ടു ഫൈനൽ ഉത്തരം. ഓക്കെ, ഇവന്മാരെ 3 പേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ഉത്തരം എന്താണ്? ഡയഗണലായിട്ട് ആര് വരും? ഐഗൺ വാല്യൂസ്. ആദ്യം നമ്മൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യം 1 എഴുതണം. അതിനുശേഷം 4ന് കറസ്പോണ്ടിങ് ആയിട്ട്, 4 എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റ് ചെയ്ത് വരുന്ന റൂട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുകളും 0 കൊണ്ട് ഫില്ല് ചെയ്യുക. 0 0 0 0 0 0. സോ ദിസ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ ഡയഗണൽ മെട്രിക്സ്. ക്ലിയർ? അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നല്ല അടിപൊളിയായിട്ട് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യാർഹിതമായ കാര്യം. തീർച്ചയായും അത്യാവശ്യം എഴുതി പഠിച്ചാൽ ഈസിയായി ചെയ്യാൻ സാധിക്കും. 2020 ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒരു 50% നിങ്ങൾക്ക് ചെയ്യാൻ വിടുവാണ്. ഓരോ ടേണിംഗ് പോയിന്റുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. കാരണം അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവസാനത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പ്രാഥമികമായ പ്രധാനപ്പെട്ട പോർഷൻസൊക്കെ നിങ്ങൾക്ക് വിടുവാണ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സുവർണ അവസരം എല്ലാവർക്കും ചെയ്ത് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആ ഒരു ചോദ്യം നോക്കാം. സോ അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചോദ്യം ആൻസർ ചെയ്യുന്ന നിങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ യാത്രകളിൽ ചില വഴിവിളക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ടേണിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങളുടെ വഴി ശരിയാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ള ചില ഹിൻറ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ λ³ - ട്രേസ് ഓഫ് a × λ പ്ലസ് മൈനേഴ്സിൻ്റെ സം m11 + m22 + m33 × λ - ഡിറ്റർമിൻ്റ് a = 0. അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. λ³ - 4λ² - λ + 4 = 0. ഈ കോയിഫിഷ്യൻസ് കാൽക്കുലേറ്ററിൽ കൊടുക്കുമ്പോൾ ഐഗൺ വാല്യൂസ് -1 1 4 കിട്ടും. ഓക്കെ, ഇത് ഓർഡർ തിരിഞ്ഞു മാറിയൊക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യാനെടുക്കുന്ന ഓർഡർ ആദ്യമേ 4 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഡയഗണൽ എഴുതുമ്പോൾ ആദ്യം 4 എഴുതണം. അത് ശ്രദ്ധിച്ചോണേ. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഓർഡറിൽ തന്നെ വേണം തീർച്ചയായും ഇവിടെ ഡയഗണൽ കൊടുക്കാൻ. അപ്പോൾ അത് തെറ്റിച്ച് വെക്കരുത്. അവസാനം പലരും തെറ്റിക്കുന്ന കണ്ടിട്ടുണ്ട്. സോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഞാൻ -1 1 4 ഈ ഓർഡറിൽ തന്നെയാണ് എടുക്കുന്നത്. ചെറുതിൽ നിന്ന് വലുതിലോട്ട് എന്നുള്ള ഓർഡറിലാണ് എടുക്കുന്നത്. ഓക്കെ, ആദ്യമേ λ = -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാം. കണ്ടുപിടിക്കുമ്പോൾ x1 കിട്ടുന്ന ഉത്തരം ഇതായിരിക്കും. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് x2 കിട്ടുന്ന ഉത്തരം ഇതായിരിക്കും. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് x3 കിട്ടുന്ന ഉത്തരം ഇതായിരിക്കും. അതിൻ്റെ എല്ലാം മോഡുലസ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. √a² + b² + c². എന്നിട്ട് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് x1/mod x1, x2/mod x2, x3/mod x3 ചെയ്ത് നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഡയഗണൽ മെട്രിക്സ് n ട്രാൻസ്പോസ് an. ഈ മെട്രിക്സ് ട്രാൻസ്പോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. a എന്ന് പറയുന്നത് ഈ മെട്രിക്സ് കൊടുത്തു, n എന്ന് പറയുന്നത് ഈ മെട്രിക്സ് തന്നെ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഫൈനൽ ഉത്തരം എഴുതിയാൽ മതി. -1 1 4. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ യാത്രകളിൽ വഴിവിളക്കുകൾ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്ത് നോക്കുക. ബൈ, സീ യു.